വെസ്റ്റ് ഏഷ്യ വാർ നീണ്ടു നിൽക്കും. നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാനും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്ന അനാലിസിസ്. അതായത് പാകിസ്ഥാനിൽ നടന്ന ഇസ്ലാമാബാദ് പീസ് ടോക്ക്. ഇതിനകത്ത് JD വാൻസും അമേരിക്കൻ ഡെലിഗേഷനുമായിട്ട് ഇറാൻ നേരിട്ട്, അതായത് പാകിസ്ഥാൻ മീഡിയേഷനാണ്, ഇതിൻ്റെ അകത്ത് അമേരിക്കൻ കണ്ടീഷനാണ്, 15 കണ്ടീഷൻ വെച്ചിരുന്നു. ഈ ടോക്സിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ കണ്ടീഷൻ്റെ അകത്ത് ഏകദേശം എല്ലാ കണ്ടീഷനും, ചില ക്രൂഷ്യലായിട്ടുള്ള ഈ യുറേനിയത്തിൻ്റെ കാര്യമൊക്കെ ഈ ഇറാൻ ആദ്യ ദിവസമേ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം ഒമാനിൽ നടന്ന ട്രൂസ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് അന്നും ഇതേപോലെ സംഭാഷണം നടന്ന് അന്നും ഇറാൻ സമ്മതിച്ചു. അവർ 20 വർഷത്തേക്ക് എൻറിച്ച്മെൻറ്റ് നടത്തില്ല, ഇത് ഹാൻഡ് ഓവർ ചെയ്യുക, റഷ്യക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പം അമേരിക്ക ഡിമാൻഡ് അതൊന്നുമല്ല, ഡിമാൻഡ് അങ്ങ് മാറി. കാരണം ഇത്രയും ഡിമാൻഡുകൾ അംഗീകരിക്കുകയും ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ഇറാനിൽ പോവുകയും ഇറാനിയൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആരോടും ചോദിക്കാത്തൊരു ഹോർമുസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുറന്നു കൊടുത്തു. ഈ ഹോർമുസ് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഈ ടോക്സുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം വലിച്ചിങ്ങോട്ടിട്ടു. അതായത് നിങ്ങൾ തുറന്നു കൊടുത്തു, പക്ഷേ ഇറാൻ്റെ പോർട്ടുകളും ഖർഗ് ഐലൻഡ്, അവിടെ എക്കണോമിയാണ് ബേസിക്, ഇറാൻ്റെ എക്കോണമിയാണ് ബേസിക്കായിട്ട് ഖർഗ് ഐലൻഡിലുള്ളത്. ഏകദേശം 90% ഇറാൻ്റെ ക്രൂഡും അതേപോലെ തന്നെ പറാസ് ഗ്യാസ് ഫീൽഡ് സാധനങ്ങൾ പുറത്തോട്ട് പോകുന്നു. ചെറിയ വിലയ്ക്കാണ് പോകുന്നത്, പക്ഷേ അത് അവരുടെ ലൈഫ് ലൈനാണ്. ഇങ്ങോട്ട് കയറി സാങ്ഷന്, അതായത് ഉപരോധം, എക്കണോമിക് ബ്ലോക്കേഡ് അമേരിക്ക അങ്ങ് പ്രഖ്യാപിച്ചു വൺ സൈഡായിട്ട്. ഇത് ബേസിക്കലി ഇറാനെ വരിഞ്ഞങ്ങ് മുറുക്കി എല്ലാ രീതിയിലും. ഈ ബോംബിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ ബോംബിട്ട ശേഷം ഇത് ചെയ്തു കഴിയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. കാരണം ഇറാനിൽ പ്രശ്നമായി, കാരണം അവിടെയുള്ള IRGCക്ക് അകത്ത് തന്നെ പ്രശ്നമായി. ഇറാൻ്റെ ഇപ്പോഴേ ഭരിക്കുന്ന മസൂദ് പെഷഷ്ഖാനും IRGCയുമായിട്ട് പ്രശ്നമായി. അവിടെയുള്ള ഷിയ ക്ലർജീസുമായിട്ട് പ്രശ്നമായി. ഏകദേശം 40ഓളം വർഷം ഇറാൻ കാത്തിരുന്ന അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ എല്ലാ പരമാധികാരം അത് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് അടിയറ വെക്കുന്നു. ഒന്ന്. രണ്ടാമത്, അമേരിക്ക ഈ എക്കണോമിക് ബ്ലോക്കേഡ് ഇറാൻ പോർട്ടുകളുമായിട്ട് ഖർഗുമായിട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിഫലനം എന്ന് പറയുന്നത് ഇറാൻ്റെ അകത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ്റെ ഏകദേശം 70 മുതൽ 80% അവരുടെ ആഹാരവും മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ഇൻക്ലൂഡിങ് വീറ്റ് ആണെങ്കിലും കോൺ ആണെങ്കിലും എന്ത് സാധനവും, ഓയിലാണെങ്കിലും കുക്കിംഗ് ഓയിലാണെങ്കിലും ഇതൊക്കെ പുറത്തുനിന്ന് വരണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിന്നുപോയി. മനസ്സിലാക്കുക, എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടായിട്ട്, കംപ്ലീറ്റ് ബ്ലോക്കേഡ് ഉണ്ടായിട്ട് ഒരു 7-8 ദിവസം കംപ്ലീറ്റ് ബ്ലോക്കേഡ്, അതായത് എൻറ്റയർ ബ്ലോക്കേഡ് ഉണ്ടായിട്ട് ഏകദേശം 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് ഇന്നത്തെ റിപ്പോർട്ട് രാവിലെ ഇറാൻ്റെ ബോട്ടുകൾ ഹോർമസ് അല്ലാതെ ഒമാൻ സ്റ്റേറ്റിൽ പോയിട്ട് ബ്രിട്ടീഷ് ചരക്ക് കപ്പലിനെ ഫയർ ചെയ്യുന്നു. കാരണം ഇത് ഇറാന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് ഈ എക്കണോമിക് ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. അമേരിക്ക ഇഷ്ടം പോലെ ഡിമാൻഡ് അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. മനസ്സിലാക്കുക, അമേരിക്ക ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗിമിക്സാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് വരുന്നു, അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇറാൻ വരുന്നില്ല. ഇതൊക്കെ ചുമ്മാ നമ്പർ മാത്രമാണ്. ഇറാൻ്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ഇപ്പോഴും, എക്കണോമിക് ബ്ലോക്കേഡ് മാറ്റുക. വേറെ ഡിമാൻഡ് ഒന്നും ഇറാൻ ഉന്നയിച്ചിട്ടില്ല, ഒറ്റ ഡിമാൻഡേ പറയുന്നുള്ളൂ, അതായത് അവരുടെ പോർട്ടും ഖർഗും ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാറ്റിക്കൊടുക്കുക. കാരണം കംപ്ലീറ്റ് ആയിട്ട് തകർന്നൊരു രാജ്യം, അത് പൂർണ്ണമായിട്ടും ജനങ്ങൾ സ്ട്രീറ്റിലോട്ട് വരാൻ തുടങ്ങും. അതാണ് ഇപ്പം ഈ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ പ്രശ്നമായി, സാധനങ്ങൾ കടയിലില്ല, എല്ലാം മുടങ്ങി കിടക്കുകയാണ്. 9 കോടി ജനങ്ങളുണ്ട്.
ഇപ്പം എത്ര നാൾ മുന്നോട്ട് പോകും? ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇറാൻ്റെ ചില സൈനിക ഉദ്യോഗസ്ഥന്മാർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, അവർ വീണ്ടും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലാക്കുക, അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു അതല്ല അവർ ചെയ്യുന്നത്. വാർ 2 ദിവസം 3 ദിവസം, അത് അവരുടെ മാർക്കറ്റിൻ്റെ തന്ത്രങ്ങളാണ്. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇറാൻ പിടിച്ചെടുക്കണം. ഇറാൻ്റെ ഓയിലിനകത്ത് കംപ്ലീറ്റ് പരമാധികാരം കൊണ്ടുവരണം. ഇതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, റഷ്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. അവർക്ക് ഇഷ്യൂ പ്രൊലോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. കാരണം അവരുടെ ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. അവർക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാളും വലിയ പ്രൈസിൽ ഓയിലിന് കിട്ടുന്നു. ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില രാജ്യങ്ങൾ മുതലാക്കും. റഷ്യയുടെ മുമ്പുള്ള സാങ്ഷൻ ഉണ്ടായിരുന്നു, ഉപരോധം ഉണ്ടായിരുന്നു. അത് ഗ്രാജുവലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശത്രുവായിട്ട് ഇറാനായിട്ട് അങ്ങ് മാറി. ഇറാൻ്റെ സ്ഥിതിയാണെങ്കിൽ വലിയ കഷ്ടവും കൂടിയാണ്. ഈ പറയുന്ന ഇറാൻ്റെ ഒരു ചരക്ക് കപ്പൽ ഇന്ത്യൻ ഓഷനിൽ വെച്ച് തടയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ടോക്സ് വേറെ രീതിയിലോട്ട് പോവുകയാണ്. അതായത് ഈ കപ്പലിനകത്ത് ഇറാൻ്റെ ചൈനയിൽ നിന്നും വന്ന വെപ്പൺസ് ആയിരുന്നു എന്നൊരു ഭാഗം പറയുന്നു. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് വരുന്നത്. അതായത് ഏകദേശം ഇറാൻ പൂർണ്ണമായിട്ടും നാശത്തിൻ്റെ വക്കിലോട്ട് പോവുകയാണ്. ഈ പറയുന്ന ഹോർമൂസ് മാത്രമല്ല, ഇറാൻ സറണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ. ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഇറാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തില്ല എങ്കിൽ ഈ എക്കണോമിക് ബ്ലോക്കേഡ്, അതായത് മനസ്സിലാക്കുക, 14 ദിവസത്തെ സീസ് ഫയർ എന്ന് പറഞ്ഞ അമേരിക്ക കൊടുത്ത സീസ് ഫയർ അവരങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് കുറച്ച് ദിവസത്തേക്ക് അത് കിടക്കട്ടെ. അതായത് തൽക്കാലം ഫയറിങ് ഇല്ല, പക്ഷേ എക്കണോമിക് ബ്ലോക്കേഡ് അങ്ങ് തുടരും. ഇറാൻ എന്നിട്ടും ഏകദേശം 13-14 ഷിപ്മെൻറ്റുകൾ ഹോർമുസിൽ കൂടെ ഈ അറബ് രാജ്യങ്ങളുടെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ടോള് കൊടുത്താൽ വിടുന്നത്. അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുമുണ്ട്, അതായത് മിനിമമായിട്ട്. പക്ഷെ ഇറാൻ്റെ ഒറ്റ സാധനം അനങ്ങാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇറാൻ എല്ലാ രീതിയിലും പെട്ടുപോയിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന അമേരിക്കയുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്ന. അവരുടെ ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്, അവരുടെ ഇഷ്ടം പോലെ കാർഡുകളുണ്ട് എങ്ങനെ ഗെയിം കളിക്കണം. ആ കാർഡ് വെച്ചാണ് അവർ ഗെയിം കളിച്ചിരിക്കുന്നത്. ഇനി ഇറാൻ ഈ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പം ഈ അറബ് രാജ്യങ്ങളിൽ കയറി മിസൈൽ വിടും, ഡ്രോൺസ് എല്ലാം വിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യാം, ഞങ്ങൾ അവരുടെ പവർ പ്ലാന്റ് അടിച്ചു. കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പവർ പ്ലാന്റ് അടിച്ചു, ഇറാനെ അങ്ങ് നശിപ്പിച്ചു. ഇതാണ് അമേരിക്കൻ ഗെയിം പ്ലാൻ എന്ന് മറ്റു പല ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല ഇത് എന്താണ് ഈ സംഭവം. പക്ഷേ ഇറാനെ കുറ്റപ്പെടുത്തി ഉള്ള കംപ്ലൈൻ്റ് എല്ലാം അവൻ്റെ തലയിൽ വെച്ചിട്ട് അവരാണ് ഈ വാർ ഒറിജിനേറ്റ് ചെയ്തത്. ഇറാൻ്റെ യുറേനിയം ലോകത്തിന് ഭീഷണിയാണ്, ടെറർ രാജ്യമാണ്. ഈ ഒരു സംഭവം അമേരിക്ക ഈസി ആയിട്ട് നേടിയെടുത്തു. ഇനി പാകിസ്ഥാൻ്റെ സ്റ്റാൻഡാണ് അടുത്ത തമാശയെന്ന് പറയുന്നത്. പാകിസ്ഥാൻ ചെയ്തത് എന്തുവാ? അമേരിക്ക എന്തൊക്കെ തന്നു? ഒരു പോസ്റ്റ്മാൻ്റെ ജോലി അത് അതേപോലെ ഇറാന് കൊടുത്തു. നിങ്ങളിത് അംഗീകരിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടോക്സ് നടത്തണം. ഇറാൻ്റെ ഒറ്റ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇതാണ് തമാശ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 1 സൈഡഡ് ടോക്സ് ആണ് നടത്തുന്നത് അമേരിക്ക. അവർക്ക് ആ ഡിപ്ലോമസി ഉണ്ട് എങ്ങനെ പ്രഷറൈസ് ചെയ്ത് നടത്താൻ വേണ്ടി. ഇനി ഈ സംഭവങ്ങളൊന്നും നടന്നില്ല, പാകിസ്ഥാൻ ഇത് ഇറാനെതിരെയായിട്ട് അങ്ങ് തിരിയും. ഇതാണ് അമേരിക്കൻ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ നടത്തി നോക്കി. അതിനാണ് പാകിസ്ഥാൻ്റെ ആർമി ചീഫിനെ വിളിച്ചിരുത്തി ടോക്സ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ താല്പര്യമെടുക്കും പീസ് ടോക്സ് നടത്താൻ വേണ്ടി. അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട്, ഇത് അമേരിക്ക തള്ളിക്കളയത്തുള്ളൂ ഇന്ത്യയുടെ ഒരു പീസ് ടോക്ക്. കാരണം ഒരു ഇസ്ലാമിക രാജ്യമാണ് ഈ പറയുന്ന ഇറാനുമായിട്ട്, ഈ രാജ്യങ്ങളുമായിട്ട് ടോക്സിൻ്റെ മീഡിയേഷൻ എന്ന് പറയുന്നത്. അതിന് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. കാരണം ലോകരാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഈ പാകിസ്ഥാനെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. കാരണം ന്യൂക്ലിയർ വെപ്പൺ കൺട്രിയാണ്. എന്തുകൊണ്ടാണ് ഈജിപ്തിനെ ടർക്കിയെ അങ്ങ് ഒഴിവാക്കിയിട്ട് പാകിസ്ഥാൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്? കാരണം പാകിസ്ഥാനെ ഗ്രാജുവലി അമേരിക്കയ്ക്ക് ഇറാൻ്റെ ശത്രുവായിട്ട് എടുക്കണം.
അതാണ് അവരുടെ സക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇറാനിൽ പട്ടിണിയും പരിവട്ടവും ഈ സാധനങ്ങൾ കിട്ടാതാവുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങും, അവസാനം ഇറാൻ സറണ്ടർ ചെയ്യും. ഇതൊക്കെയാണ് അമേരിക്കൻ ലക്ഷ്യം. അതായത് പ്രൊലോങ് ആയിട്ട് വാറ് പോകട്ടെ, ഉറപ്പായിട്ട് അത് ഇന്ത്യക്കാരെ ബാധിക്കുന്നുണ്ട്. ഗ്ലോബലായിട്ടുള്ള ടെൻഷനായി, എല്ലാ രീതിയിലുള്ള ടെൻഷനായി. ക്രൂഡിൻ്റെയും ഓയിലിൻ്റെയും വില മാത്രമൊന്നുമല്ല, ഈ ഫർട്ടിലൈസർ വലിയ പ്രശ്നമായി മാറി. കെമിക്കൽ, അതേപോലെ മെഡിക്കൽ, അതായത് മരുന്നുകൾ ഉണ്ടാക്കേണ്ട കെമിക്കൽ, ഇതെല്ലാം ഹോർമസാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ലോകത്തിലെ ഫർട്ടിലൈസറിൻ്റെ പോലും ഏകദേശം 60% വരുന്നത് ഈ ഹോർമസ് ത്രൂ ആണ്. അതും കംപ്ലീറ്റ് ബ്ലോക്കേഡായി. അതായത് ലോകത്തുണ്ടാകാൻ പോകുന്ന വലിയൊരു മഹാമാരി ഉണ്ടാകാൻ പോവുകയാണ്. കോവിഡിനേക്കാളും വലിയ സംഭവമാണ് ഇത്. കാരണം ജനങ്ങൾക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ ഫർട്ടിലൈസർ, യൂറിയ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങൾ എവിടെ പോയി ഉണ്ടാക്കും? ഇതെവിടാ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഫർട്ടിലൈസറാണ് ഈ ഹോർമസ് വഴി വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഇത് ഗ്ലോബൽ ചാനലെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഇറാനായിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം. കാരണം ഹോർമസ് തടയുന്ന കാര്യം ഇറാൻ്റെ ഇപ്പോഴത്തെ പ്ലാനൊന്നും അല്ല. അത് ഏകദേശം നേരത്തെ ഈ ഗൾഫ് വാർ തുടങ്ങിയ സമയത്തും മറ്റുള്ള അറബ് രാജ്യങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇറാൻ നേരത്തെ പ്ലാൻ ചെയ്താണ് ഹോർമസ് തടയും. അപ്പം അതാണ് നേരത്തെ ട്രംപ് പറഞ്ഞത്, ഈ ഹോർമസ് ഒരു പ്രാവശ്യം പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ഒറ്റ ഡിമാൻഡ് ഹോർമസ് കംപ്ലീറ്റ് അമേരിക്കയുടെ കൺട്രോളിൽ പോകണം. അത് ഇറാൻ്റെ അല്ല, ഇൻ്റർനാഷണൽ വാട്ടറാണ്. അത് അമേരിക്ക അത് മോണിറ്റർ ചെയ്യും. ഇപ്പോൾ ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഡിമാൻഡ്. ഇത് ഇറാൻ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? കാരണം അങ്ങനെയാണെങ്കിൽ കർഗ് ഐലൻഡ് ഉൾപ്പെടെ അമേരിക്കയുടെ കസ്റ്റഡിയിലോട്ടങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഹോർമസ് തടഞ്ഞത് ഇറാൻ ഏറ്റവും വലിയ പ്രശ്നമായി. മനസ്സിലാക്കുക, ഇറാനും അമേരിക്കയും ഇസ്രായേലിനെതിരെ വാറ് തുടങ്ങിയ സമയത്ത് പോലും ഇറാനെ അനുവദിച്ചിരുന്നു ഹോർമുസിൽ കൂടെ അവർക്ക് വ്യാപാരം നടത്താം, അവരുടെ പോർട്ടുകൾക്ക് വെസൽക്ക് അടുക്കാം, അവർക്ക് ഈ പറയുന്ന ക്രൂഡും അതേപോലെ തന്നെ ഗ്യാസും അവർക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് കച്ചവടം ചെയ്യാം. ഇതൊക്കെ അനുവദിച്ചിരുന്നു. പക്ഷെ എന്നാണ് ഇവർ ഹോർമുസിനെ കൊണ്ട് കൈവച്ചത് ഇറാൻ, അന്ന് അമേരിക്കയും അറബ് രാജ്യങ്ങളും തീരുമാനിച്ചു ഇതിനൊരു അറുതി ഉണ്ടായേ മതിയാകത്തുള്ളൂ, ഈ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്നേക്കുമായിട്ട് മാറ്റണം. അതുകൊണ്ട് തന്നെയാണ് സൗദി രാജാവ് ട്രംപിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ പ്രഷറൈസ് ചെയ്ത്, യു എയും പ്രഷറൈസ് ചെയ്തു. കാരണം ഹോർമുസ് അമേരിക്ക പിടിച്ചെടുത്ത് കൊടുക്കണം, അമേരിക്കയുടെ കൺട്രോളിലായിരിക്കണം, ഒരു കാരണവശാലും ഹോർമുസിന് ഇറാൻ്റെ കയ്യിൽ പോകാൻ പാടില്ല. ന്യൂക്ലിയർ ത്രെട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതങ്ങ് മാറി. ഇതായിരുന്നു അവർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഹോർമുസ് പൂർണ്ണമായിട്ട് ഇറാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇപ്പോൾ അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വാറെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇറാൻ്റെ സറണ്ടർ ആയിരിക്കും. ഇറാൻ്റെ ഭരിക്കുന്നവരെ മുഴുവനും മാറ്റും. പേരിനോട് ചില ആൾക്കാരെ വെക്കും, ചില അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ് റാസ പല്ലവി, അങ്ങനെ പല ഇറാനിൽ നിന്ന് പുറത്തു പോയവർ ചാർജ് എടുത്ത് മുന്നോട്ട് വരും. ഇതൊക്കെയാണ് പ്ലാൻ. അതായത് ഇനി അടുത്ത വാറല്ല, പ്രൊലോങ് ആയിട്ട് എക്കണോമിക് സാങ്ഷൻ ഇറാൻ്റെ മുകളിൽ അങ്ങ് വെച്ചേക്കുവാണ്. നേരത്തെ സാങ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ പോർട്ടുകളും ഹോർമുസ് ഈ സാധനങ്ങളും മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ ഇറാൻ പട്ടിണിയായി പോകും. കാരണം ജനങ്ങൾ പട്ടിണിയായി കഴിഞ്ഞാൽ ജനങ്ങൾ തെരുവിലിറങ്ങും. ആരാണതിൻ്റെ ഉത്തരവാദിത്വം? അപ്പം ഈ പറയുന്ന പോലെ വാർ ക്രൈമിലോട്ട് അമേരിക്കയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത് അറിയാൻ സാധിക്കുന്ന ഇറാനിയൻ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 8000-ൽ പരം ഇറാനിയൻ ഡെഡ് ബോഡീസ് ഈ റബിൾസിൻ്റെ അടിയിൽ കിടക്കുക. 15000 ഹിറ്റുകളാണ് വന്നിരിക്കുന്നത്. പല ആൾക്കാരും ഡെഡ് ബോഡി, ചില ആൾക്കാർ ജീവനോടൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇറാൻ്റെ ഒഫീഷ്യൽ മീഡിയ പറയുന്ന ഏകദേശം 3500-ഓളം പേര് ഈ കഴിഞ്ഞ 45 ദിവസമായിട്ട് കൊല്ലപ്പെട്ടു. ഈ പറയുന്ന ഈ 8000 കൂടെ കൂട്ടുവാണെങ്കിൽ മറ്റുള്ള 10000 ഉണ്ടെന്ന് പറയുന്നു. IRGCയുടെ ഒത്തിരി ജവാന്മാർ കൊല്ലപ്പെട്ടു, ഒത്തിരി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, IRGCയുമായിട്ടുള്ള 257 പ്രധാനപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടുമ്പോൾ, അതായത് സീനിയർ ആയിട്ടുള്ളവർ, അപ്പോൾ അവരുടെ കൂടെ ചുറ്റും കൂടി നടക്കുന്ന ഇത്രയും പേര് കാണും. കാരണം ഒരു കമാൻഡ്, ഒരു ഫോഴ്സ് നയിക്കുന്നവരാണല്ലോ. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഈ ലെബനൻ അവിടെ കയറി ഇസ്രായേൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ലെബനീസ് ഗവൺമെൻറ് തന്നെ പറയുന്നത് ഏകദേശം 2800 പേര് കൊല്ലപ്പെട്ടു.
ഹിസ്ബുള്ളയായിട്ട് ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ. അപ്പോൾ ഇതേപോലെ 15,000 ഹിറ്റും ഏകദേശം 42-43 ദിവസത്തെ ബോംബിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാ കൊല്ലപ്പെടുന്നത്? പാലങ്ങൾ തകർന്നു, അത് തകർന്നു, ഇത് തകർന്നു, പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കീ പോയിന്റുകൾ, എയർപോർട്ടുകൾ തകർന്നു. പിന്നെ ഏത് രീതിയിലാണ് ഇറാൻ പോകാൻ സാധിക്കുന്നത്? അതായത് ഇറാൻ വീണ്ടും വെന്റിലേറ്ററിൽ നിന്നും വീണ്ടും സീരിയസ് കണ്ടീഷനിലോട്ട് അമേരിക്ക ഇതിനെ കൊണ്ടുപോവുക. അവസാനം ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് പോയി സറണ്ടർ ചെയ്യുക, ഇനി അമേരിക്ക ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഇതിലേക്കാണ് അവർ അമേരിക്ക അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അതായത് സീസ് ഫെയറിന് ഡേറ്റുകളൊന്നും വെച്ചിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു ഒരു കണ്ടീഷനും ഇല്ലാതെ. പക്ഷെ ആ ഒരു സമയത്ത് ഇറാനിൽ വരാൻ പോകുന്ന ഒരു ദുരന്തം, അപ്പോൾ അത് അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ടെലിഫോൺ കോൾസും അവിടുത്തെ വാർത്തകളും സോഷ്യൽ മീഡിയയിലും ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ അമേരിക്കൻ ഇൻ്റലിജൻസ്, ഇസ്രായേലി ഇൻ്റലിജൻസും വളരെ കീനായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഓരോ ദിവസവും ഓരോ മിനിറ്റും എന്താ വരാൻ പോകുന്നത്. അതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. അതായത് ഇറാൻ പോലും ചോദിക്കാതെ, അതായത് ഇറാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാതെ അമേരിക്ക ഈ വാറിൽ നിന്ന് പിൻവാങ്ങത്തില്ല. ഇനി ഫർദർ കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ രീതിയിൽ അങ്ങ് പോകട്ടെ. ഇത് പോയി കഴിഞ്ഞ് പ്രൊലോങ് ആയിട്ട് വാർ പോയി കഴിഞ്ഞാൽ ഇതേപോലെ എക്കണോമിക് ബ്ലോക്കേഡ് ആയി കഴിഞ്ഞാൽ ഇറാന് വേറെ നിവൃത്തിയൊന്നുമില്ല, അവർ സറണ്ടർ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ.